Praise the Lord. Hallelujah. Glory to God. Glory to God. Glory to God. Praise the Lord. Praise to Jesus. Thank you, Lord. Thank you, Lord. Thank you, Lord. അപ്പാ അങ്ങേക്ക് സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ. രക്തതാഴ്ചയും ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ് ജീസസ്. ആമേൻ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. Glory to God, glory to God, glory to God. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. 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 Praise the Lord. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി അഡ്മിൻസ്, മെമ്പേഴ്സ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലായിരിക്കുന്ന ദൈവദാസിദാസന്മാർ, എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രിയരെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭത്തെ കർത്താവ് നമുക്കൊരുക്കി തന്നു. ദൈവത്തെ നമുക്ക് സന്തോഷത്തോടുകൂടി മഹത്വപ്പെടുത്താം. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സൗണ്ട് ക്ലിയറായിട്ട് കിട്ടുന്നുണ്ട്? ശബ്ദം ക്ലിയർ ആണോ? ഒന്ന് പറയാമോ? ഓക്കെ ഓക്കെ ഓക്കെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നാളെ ദിനം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുകയാണല്ലോ. ഈ തരുണത്തിൽ ദൈവമക്കളായിരിക്കുന്ന നമുക്ക് കർത്താവിൻ്റെ തിരുവചനത്തിൽ നിന്നും ചില കാര്യങ്ങളെ ചിന്തിക്കുവാൻ വേണ്ടി മാത്രമാണ്, ഒരു വലിയ പ്രസംഗത്തിന് വേണ്ടി അല്ല. ആക്ച്വലി ഞാൻ ഇന്നപ്പോൾ നമ്മുടെ ഈ റോസ് ഫാമിലിയുടെ FB പേജിലേക്ക് വന്നിരിക്കുന്നത് പ്രൈസിനോട് അല്പനിമിഷങ്ങൾ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. പ്രൈസിനോട് പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോട് കൂടിയായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയരെ, വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു തമിഴ് ഗാനത്തിൻ്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസിനോട്. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Hallelujah. തുതിയുമക്കേ. Hallelujah. തുതിയുമക്കേ. Hallelujah. തുതിയുമക്കേ. Hallelujah. തുതിയുമക്കേ. വാലാക്കാമൽ എന്നെ തലയാക്കുവേ, കീഴാക്കാമൽ എന്നെ മേലാക്കുവേ. വാലാക്കാമൽ എന്നെ തലയാക്കുവേ, കീഴാക്കാമൽ എന്നെ മേലാക്കുവേ. ഹല്ലേലൂയ. തുതിയുമക്കേ. ഹല്ലേലൂയ. തുതിയുമക്കേ. ഹല്ലേലൂയ. തുതിയുമക്കേ. ഹല്ലേലൂയ. തുതിയുമക്കേ. പാപത്തിൻ ഗോലിയാത്തി അളിക്കും വല്ലമയെ സിറിയ ദാവീദിൽ வைத்தவரே. ആടുകൾ മേത്തവരെ ജാതിയിൽ മത്തിയിലെ ഉയർത്തി തൂക്കി നീരെ മേലെ 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 മേലെ. പാപത്തിൻ ഗോലിയാത്തി അളിക്കും വല്ലമയെ സിറിയ ദാവീദിൽ வைத்தவரே. ആടുകൾ മേത്തവരെ ജാതിയിൽ മത്തിയിലെ ഉയർത്തി തൂക്കി നീരെ മേലെ 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 മേലെ. ഹല്ലേലൂയ. തുതിയുമക്കേ. ഹല്ലേലൂയ. തുതിയുമക്കേ. ഹല്ലേലൂയ. തുതിയുമക്കേ. ഹല്ലേലൂയ. തുതിയുമക്കേ. വാലാക്കാമൽ എന്നെ തലയാക്കുവേ,
കീഴാക്കാമൽ എന്നെ മേലാക്കുവേ, വാലാക്കാമൽ എന്നെ തലയാക്കുവേ, കീഴാക്കാമൽ എന്നെ മേലാക്കുവേ. ഹല്ലേലൂയ തുതിയുമക്കേ, ഹല്ലേലൂയ തുതിയുമക്കേ, ഹല്ലേലൂയ തുതിയുമക്കേ, ഹല്ലേലൂയ തുതിയുമക്കേ. கைநீட்டி தூக்கி விட்டீர், உயரத்தில் உன்னை வைத்தீர், பிள்ளையார் மாற்றி விட்டீர் நிரந்தரமா. தூசிய தட்டி விட்டீர், சாம்பலை நீக்கி விட்டீர், சிங்காரம் தந்து விட்டீர் நிரந்தரமா. கைநீட்டி தூக்கி விட்டீர், உயரத்தில் உன்னை வைத்தீர், பிள்ளையார் மாற்றி விட்டீர் நிரந்தரமா. தூசிய தட்டி விட்டீர், சாம்பலை நீக்கி விட்டீர், சிங்காரம் தந்து விட்டீர் நிரந்தரமா. ஹல்லேலூயா துதியுமக்கே, ஹல்லேலூயா துதியுமக்கே, க்ளோரி. ஹல்லேலூயா துதியுமக்கே, ஹல்லேலூயா துதியுமக்கே, ஹல்லேலூயா துதியுமக்கே, ஹல்லேலூயா துதியுமக்கே, ஹல்லேலூயா துதியுமக்கே, ഹല്ലേലൂയ തുതിയുമക്കേ. വാലാക്കാമൽ ഉന്നെ തലയാക്കുവേ, കീഴാക്കാമൽ ഉന്നെ മേലാക്കുവേ, വാലാക്കാമൽ എന്നെ തലയാക്കുവേ, കീഴാക്കാമൽ എന്നെ മേലാക്കുവേ. ഹല്ലേലൂയ തുതിയുമക്കേ, ഹല്ലേലൂയ തുതിയുമക്കേ, ഹല്ലേലൂയ തുതിയുമക്കേ, ഹല്ലേലൂയ തുതിയുമക്കേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരു നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നത്. നമ്മുടെ കർത്താവ് നമ്മെ, ഹല്ലേലൂയ, ദൈവമക്കളെ കീഴെയാക്കാതെ കർത്താവ് മേലെയാക്കുന്ന ഒരു ദൈവമാണ്. തല നിമർന്ന് നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുന്ന ദൈവമാണ്. നമുക്ക് കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ പ്രതികൂലങ്ങളോ എന്ത് തന്നെ വരട്ടെ വന്നാലും എൻ്റെ കർത്താവ് നമ്മളെ തല നിമർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന ദൈവമാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എന്നോട് ചേർന്ന കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ ഈ വൈകിവേളയിൽ അപ്പാ അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, പൊന്നുപാദപടത്തിലേക്ക് നിങ്ങൾ അടുത്തു വരട്ടെ. അങ്ങ് ഇന്ന് ഞങ്ങളോട് സംസാരിച്ചാട്ടെ. അങ്ങയുടെ ശബ്ദം കേൾക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന് മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് കർത്താവിന്റെ ശബ്ദം, കർത്താവ് അവരോട് സംസാരിച്ചാട്ടെ. മാനുഷിക ശബ്ദങ്ങൾ കേൾക്കുവാനല്ല, പിന്നെയോ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവും അങ്ങയുടെ ശബ്ദവും കേൾക്കുവാൻ തക്കവണ്ണം കർത്താവ് എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവേ, റോസ് ഫാമിലിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തവനും ഒടുക്കത്തവനുമായ സർവ്വവല്ലഭനായ കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിന്റെ മുൻപിൽ ഞങ്ങൾക്കായിരിക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടപ്പ അടിയനെ പൊടിയോളം താഴ്ത്തുന്നു. അവിടുത്തെ തങ്കച്ചിറകടിയിൽ എല്ലാവരെയും അവിടുത്തെ രക്തത്താൽ എല്ലാവരെയും കഴുകി അപ്പച്ചൻ മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകളെ കൊണ്ട് അപ്പച്ചൻ നിറയ്ക്കണം. സകലത ഞങ്ങൾക്കായി ജീവന വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ഇന്ന് അല്പനിമിഷം നിങ്ങളോട് തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം കിഴക്ക് കണ്ട നക്ഷത്രവും യേശുവിന്റെ വരവും എന്നതിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ലോകമെമ്പാടും ഉള്ള ജനങ്ങൾ ഡിസംബർ മാസം യേശു ക്രിസ്തുവിന്റെ പിറന്നാൾ ആഘോഷത്തിലാണെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. പ്രിയരെ, എന്താണ് അവർ ചെയ്യുന്നറിയാമോ? നക്ഷത്രം കെട്ടിത്തൂക്കി
ഒരുക്കിയും പടക്കങ്ങൾ പൊട്ടിച്ചും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും കേക്കുകൾ മുറിച്ചും എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ് അതുപോലെ തന്നെ ഗിഫ്റ്റുകൾ കൈമാറിയും ഒക്കെ സന്തോഷത്തെ കൊണ്ടാടുന്ന ചില ദിനങ്ങളാണല്ലോ ഇപ്പോഴുള്ളത്. പ്രൈസ് ദി ലോർഡ് ദൈവജയമേ. അതുപോലെ തന്നെ അക്രൈസ്തവരും അവരുടെ വീടിന് മുന്നിൽ നക്ഷത്രം കെട്ടുന്ന തിടുക്കത്തിലാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് നക്ഷത്രം കെട്ടിത്തൂക്കുന്നതൊന്നും അവർക്കറിയില്ല. പിന്നെയോ എല്ലാവരും ചെയ്യുന്നു, നമ്മളും ചെയ്യുന്നു എന്നത് മാത്രമാണ് ഇന്ന് അനേകരുടെ ജീവിതത്തിലുള്ളത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയം വെച്ച് കർത്താവിൽ പ്രിയമുള്ള ദൈവമക്കളെ, യെശയ്യാ പ്രവാചകൻ അനേക വർഷങ്ങൾക്ക് മുന്നേ ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പ്രിയരെ ഇങ്ങനെ പറയുന്നു: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിന്മേൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. கர்த்தருக்குள் பிரியமானவர்களே, தமிழ் பைபிள் இப்படித்தான் சொல்லப்படுகிறது. நமக்கொரு பாலகன் பிறந்தார், நமக்கொரு குமாரன் கொடுக்கப்பட்டார், கர்த்தத்துவம் அவர் தோளின் மேல் இருக்கும், அவர் நாமம் அதிசயமானது. ஆலோசனை கர்த்தா, வல்லமையுள்ள தேவன், நித்திய பிதா, சமாதான பிரபு எனப்படும் என்று ஹல்லேலூயா சொல்லப்படுகிறது. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, പ്രിയരെ, യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ആമേൻ. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കപ്പെടും. പ്രിയമുള്ളവരെ, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന പേരിടണം. പ്രിയരെ, യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നാണ് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതിന്റെ ഏക ലക്ഷ്യം, പ്രൈസ് ദി ലോർഡ്, മാനവ ജാതിയെ തങ്ങളുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ ശാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു എന്നത് നാം അറിഞ്ഞുകൊള്ളണം. ഈ രക്ഷകനെ പറ്റി ഹല്ലേലൂയ സർവ്വജനത്തോടും, പ്രൈസ് ദി ലോർഡ്, നാം അറിയിക്കേണ്ടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രിയരെ, ചിലരൊക്കെ പറയും, എന്താണെന്നറിയാമോ, ചിലർ പറയും, നമ്മളൊക്കെ പെന്തക്കോസ്തുകാരല്ലേ, ഇതൊക്കെ നമ്മൾ പറയുന്നത് ശരിയാണോ, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന്. സ്നേഹിതരെ, ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ താമസിക്കുന്നത് തമിഴ്നാട്ടിലെ ഈറോഡ് എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. എന്നാൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ, എല്ലാ വർഷവും എല്ലാവർക്കും മുൻപായിട്ട് തന്നെ ഞാൻ പ്രിയരെ, ഞാൻ സ്റ്റാർ ഞാൻ ഇടുന്ന പതിവാണ്. എന്തിനാണെന്ന് അറിയാമോ, ഞങ്ങൾ താമസിക്കുന്നത് 4 ചുറ്റുപാടും എല്ലാം ഹിന്ദുസ് മാത്രമാണ്, മുസ്ലിംസും ഹിന്ദുസും മാത്രമാണ്. എന്നാൽ അവരുടെ മധ്യത്തിൽ നടുവിലായി ക്രിസ്ത്യാനികളായിട്ട് ഞങ്ങൾ മാത്രമേ ഏകദേശം ഉള്ളൂ. എന്നാൽ അവരുടെ മുൻപിൽ ഇങ്ങനെ ഒരു സ്റ്റാർ ഇട്ട് കഴിയുമ്പോൾ, ദൈവമക്കളെ, റോഡ് സൈഡാണ് ഞങ്ങളുടെ വീട്, ആരെങ്കിലും ഒക്കെ ചോദിക്കും ഇതെന്താണെന്ന് ചോദിക്കും. അവരോടൊക്കെ എനിക്ക് എന്റെ കർത്താവിനെ കുറിച്ച് പറയുവാൻ, എന്റെ കർത്താവ് ജനിച്ചിരിക്കുന്നത് നിന്റെയും എന്റെയും പാപത്തിന് പരിഹാരമായി എന്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് എനിക്ക് സവിസ്തരം പ്രസ്താവിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ആകയാൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്റ്റാർ ഇടുന്നെന്നുള്ളത് ഞാൻ വളരെ വ്യക്തതയോടുകൂടി പറയട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, അത് തെറ്റല്ല. എന്റെ കർത്താവ് ജനിച്ചില്ല എങ്കിൽ ഓരോ ജനഹൃദയത്തിലും, ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിൽ യേശു കർത്താവ് ജനിച്ചില്ല എങ്കിൽ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ യേശുവിനെ പറ്റി പറയുക? നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിക്കണ്ടേ? പ്രൈസ് ദി ലോർഡ്. അത് വർഷാവർഷം ജനിക്കുകയല്ല, അങ്ങനെയല്ല അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ അറിയാത്തവർ എത്രയോ ആയിരങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് യേശു ജനിച്ചിരിക്കുന്നത് നിന്റെയും എന്റെയും പേർക്ക് വേണ്ടി മാത്രമാണെന്നുള്ളത് നാം സവിസ്തരം അവരോട് പ്രസ്താവിക്കണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അവർ യേശുവിനെ അറിയുക?
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവജനമേ, ആകയാൽ ഈ രക്ഷകനെ പറ്റി സർവ്വജനത്തോടും നാം അറിയിക്കണം, നാം പറയണം. നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കർത്താവ് ജനിച്ചിരിക്കുന്നു എന്നുള്ള സത്യം നാം പറയണം. പ്രിയപ്പെട്ടവർ, എല്ലാവരോടും പറയണം. ഹല്ലേലൂയ. പ്രിയരെ, മാത്രമല്ല തീത്തോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, 2-ാം അധ്യായത്തിൽ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സർവ മനുഷ്യർക്കും, അതായത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സുവിശേഷ ഭാഗങ്ങളിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ അന്വേഷിച്ചും കൊണ്ട്, ഹല്ലേലൂയ, കിഴക്കിൽ നിന്ന് വിദ്വാൻമാർ യെരുശലേമിൽ എത്തി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവജനമേ, കിഴക്ക് കണ്ട നക്ഷത്രത്തെ അടയാളമാക്കി, പ്രൈസ് ദി ലോർഡ്, അവർ വന്നു. എവിടേക്ക് വന്നതറിയാമോ? ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്കാണ് വന്നത്. അവിടെ വന്ന്, ഹല്ലേലൂയ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ അവർ അന്വേഷിക്കുകയാണ്, അവർ തേടുകയാണ്. അങ്ങനെ ഒരു രാജാവിനെ തേടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹെരോദാവ് അവരോട് ചോദിച്ചെന്താണെന്ന് അറിയാമോ? ഹെരോദാവ് അവരോട്, ശാസ്ത്രിമാരോടും ചോദിക്കുന്നു, ക്രിസ്തു എവിടെയാണ് ജനിച്ചിരിക്കുന്നതെന്ന് നോക്കണം. പ്രൈസ് ദി ലോർഡ്, ക്രിസ്തു എവിടെയാണ് ജനിച്ചിരിക്കുന്നതെന്ന്. ദൈവമക്കളെ, യഹൂദിയിലെ ബേത്ലഹേമിൽ തന്നെ എന്ന് അവർ മറുപടി പറയുകയാണ്. യഹൂദിയയിലെ ബേത്ലഹേമിൽ തന്നെ ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നാണ് അവർ വ്യക്തമായിട്ടും പറഞ്ഞത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ നിങ്ങളോട് ഞാൻ പറയട്ടെ. ആട്ടിടയന്മാർ യേശുവിനെ കണ്ടു, അവർ നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് ഇപ്പോഴത്തെ ലോകം എന്താണ് ചെയ്യുന്നറിയാമോ? കള്ളുഷാപ്പിന്റെയും മറ്റു മുൻപേ നക്ഷത്രം കെട്ടിത്തൂക്കിക്കൊണ്ടും യേശുവിനെ തിരയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഇന്നൊക്കെ അനേക കള്ളുഷാപ്പിന്റെ മുൻപിലൊക്കെ നോക്കിയാൽ സ്റ്റാർ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ സ്റ്റാർ ഇട്ടുകൊണ്ട് എന്താ ചെയ്യുന്നറിയാമോ? യേശുവിനെ അവർ തിരയുകയാണ്. യേശു കർത്താവ് എവിടെയാണെന്ന് അവർക്കറിയില്ല, അതുകൊണ്ടാണ് അവർ തിരയുന്നത്. പ്രിയ ദൈവജനമേ, ഇത് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? കേരളത്തിൽ ഞാൻ കണ്ട ഒരു കാര്യമാണ്. അനേക വർഷങ്ങൾക്ക് മുൻപ് കള്ളുഷാപ്പായിരുന്ന ഒന്ന് ഇന്ന് നല്ല ഒരു ഷാരോൺ ചർച്ചായി മാറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, എത്ര സന്തോഷമാണെന്ന് അറിയാമോ? ആ കള്ളുഷാപ്പിരുന്ന സ്ഥാനത്ത് അത് അടിച്ചു പണിഞ്ഞ് ദൈവമക്കൾ ഇന്ന് അവിടെ വലിയൊരു ഷാരോൺ ചർച്ച് കെട്ടിയിരിക്കുന്നതായിട്ട് എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയ. അതുമാത്രമല്ല, ഈറോഡിൽ ഞങ്ങളുടെ ചർച്ച് എന്ന് പറയുന്നത് ഏതാണ്ട് 2000-ഓളം മെമ്പേഴ്സ് ഉള്ള ചർച്ചാണ് ഞങ്ങളുടെ ചർച്ച്. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഈ ചർച്ച് എന്തായിരുന്നു എന്നറിയാമോ? ഒരു സിനിമ തിയേറ്റർ ആയിരുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ആ സിനിമ തിയേറ്ററിന്റെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ സ്തംഭിച്ചു. ദാസന്മാർ അത് വാങ്ങി. ദൈവമക്കളെ, ഇന്ന് ഹല്ലേലൂയ, ദൈവദാസന്മാർ ശക്തമായി അവിടെ പ്രസംഗിക്കുന്നു, ശക്തമായി ദൈവത്തിന്റെ ആലോചന അവിടെ കൊടുത്തുകൊണ്ടുവരികയാണ്. ദൈവമക്കളെ, ബാൽക്കണിക്കൊക്കെ ഹല്ലേലൂയ അനേകർ സിനിമ കണ്ടവരാ. എന്നാൽ ഇന്നിപ്പോൾ ബാൽക്കണിയിൽ ആരായിരിക്കുന്ന അറിയാമോ? ദൈവമക്കൾ ഇരുന്ന് ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ലോകത്തിന്റെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ആരാണ്? എന്താ നിങ്ങൾ വിചാരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കുകൊണ്ടൊക്കെ പറഞ്ഞു തീർക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ജന്മം കൊണ്ട് തന്നെ മന്ത്രിയായി, പ്രൈസ് ദി ലോർഡ്, അഥവാ രാജാവായി പിറന്നവൻ, ഹല്ലേലൂയ, യേശു അല്ലാതെ ഭൂമിയിൽ മറ്റ് ആരെയും നമുക്ക് കാണിക്കുവാൻ കഴിയുക? പ്രിയ ദൈവജനമേ, ജീസസ് ക്രൈസ്റ്റ് ഈസ് എ വണ്ടർഫുൾ കൗൺസിലർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജന്മം കൊണ്ട് കർത്താവ് ഒരു മന്ത്രിയും കർത്താവ് ഒരു രാജാവുമായി പിറന്നവൻ എന്ന് വ്യക്തമായി ഞാൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, തലമുറകൾക്ക് മറഞ്ഞു കിടന്ന മർമ്മം, ഹല്ലേലൂയ, എങ്കിലും ഹല്ലേലൂയ ദൈവജനമേ, ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് അത് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരാഴ്ചയും 10 നാളുമൊക്കെയാ ചില ഫംഗ്ഷനുകൾ, ചില ഉത്സവങ്ങൾ എന്ന് തന്നെ പറയട്ടെ. ചില ഉത്സവങ്ങൾ 10 നാൾ കൂടെ തീരത്തുള്ളൂ. ചില ഉത്സവങ്ങൾ
ഏകദേശം പ്രിയരെ അത് 3 ദിവസം കൊണ്ട് തീരുന്നുണ്ട്, ഒരാഴ്ച കൊണ്ട് തീരുന്നൊക്കെയുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ജനങ്ങൾ ആ ഉത്സവങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എത്ര സന്തോഷമാണ് പ്രിയരെ. ചില വ്യക്തികൾ എങ്ങനെയാണെന്ന് അറിയാമോ? ക്രിസ്തുമസും അതുപോലെ തന്നെ പുതുവർഷവും ഹല്ലേലൂയ ദൈവമക്കളെ ഒരു ഉത്സവമായി കണക്കാക്കി പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക, അഗതികൾക്ക് ദാനധർമ്മം ചെയ്യുക, ചിലർ ചെയ്യുന്നതാ. എന്നിട്ട് ചിലർ പിന്നെന്താ ചിലർ ചെയ്യുന്നറിയാമോ? വീടൊക്കെ വെള്ളയടിച്ചിട്ട് സ്റ്റാർ കെട്ടി തൂക്കുക. ഞാനൊരു പ്രാവശ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഞാനൊരു പ്രാവശ്യം തൃശ്ശൂരിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ, ദൈവമക്കൾ ഞാൻ ബസ്സിലാണ് പോകുന്നത്, ഞാൻ കണ്ട കാഴ്ച ഏറ്റവും വളരെയേറെ അതിശയം കൊണ്ട് ഞാൻ ഒരു വിഷയമാണത്. ഒരു വലിയൊരു 2 നില കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ 4 ചുറ്റിലും പ്രൈസ് ലോർഡ് ദൈവമക്കൾ ഒരു 60 സ്റ്റാറെങ്കിലും കാണും. അത്രയും സ്റ്റാർ ഇട്ടിട്ട് ദൈവമക്കളെ ആ വീട് അത്രമാത്രം അലങ്കാരം ചെയ്തിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ വീടിന്റെ പുറമെ അവർ സ്റ്റാർ ഇട്ട് അവർ വിളിച്ചറിയിക്കുക. പക്ഷേ ആ വീട്ടിനകത്ത് പ്രവേശിക്കുന്നവരുടെ, ആ വീട്ടിനകത്ത് വസിക്കുന്നവരുടെ ഹൃദയത്തിൽ യേശു കർത്താവ് ജീവിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അവരുടെ ഹൃദയത്തിൽ യേശു ജനിച്ചോ എന്നതിനെ കുറിച്ച് ആർക്കറിയാം? ഇന്ന് അനേകരും അങ്ങനെ തന്നെയാ. നാളെ ദിനം എന്റെ പ്രിയപ്പെട്ടവരെ, തമിഴ്നാട്ടിലൊക്കെ എങ്ങനെയാണെന്നറിയാമോ? ആലടിയോ ആരും അധികമായി ചർച്ചയ്ക്കൊന്നും പോകാറില്ല. പക്ഷേ ചർച്ചിൽ നാളെ എല്ലാവരും വരും. എന്താണെന്നറിയാമോ? ഒരു വലിയ മഹാ ഉത്സവമല്ലേ നാളെ നടക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ചർച്ചിൽ പോകാത്തവർ പോലും നാളെ ചർച്ചിൽ വരും. ഇടം പോലും കാണത്തില്ല, സ്ഥലമില്ല, അവിടെ നിൽക്കാൻ പോലും സ്ഥലം കാണത്തില്ല. അത്രമാത്രം ഒരു വലിയ ഉത്സവത്തിന് വേണ്ടിയാ നാളെ ജനങ്ങൾ വേർതിരിച്ചിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ സിറ്റുവേഷൻ. പ്രൈസ് ദി ലോർഡ് പ്രിയരെ, ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മാനവജാതിയെ തങ്ങളുടെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തുവിനല്ലാതെ ഭൂമിയിൽ മറ്റാർക്കും തന്നെ കഴിയുകയില്ല എന്ന സത്വർത്തമാനം കഴിഞ്ഞ ഒരു വർഷം, ഈ 2021 ആരംഭം മുതൽ ഇപ്പോൾ വരെ സ്നേഹിതരെ, എത്ര പേരോട് നിങ്ങൾക്ക് പറയുവാൻ കഴിഞ്ഞു? യേശു ജനിച്ചിട്ടുണ്ട്. യേശു ജനിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാ, നമുക്ക് വേണ്ടിയാ, മാനവജാതിക്ക് വേണ്ടിയാ, സർവ്വലോകത്തിനും വേണ്ടിയാണെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിഞ്ഞു? ഹല്ലേലൂയ. എന്താ ഒരു ആമേൻ കാണുന്നില്ലല്ലോ? പറയുവാൻ കഴിഞ്ഞില്ലേ? അതോ ഹല്ലേലൂയ ഇന്ന് മാത്രമാണോ, നാളെ മാത്രമാണോ, സ്റ്റാർ ഇട്ടത് കൊണ്ടാണോ? അങ്ങനെയാണോ യേശുവിന്റെ പിറപ്പ്? പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, നാം നിരന്തരം ഹല്ലേലൂയ കർത്താവിന്റെ വരവോളം യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ചും, കർത്താവ് വളർന്നതും, കർത്താവിന്റെ മരണവും അടക്കവും, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പും, കർത്താവിന്റെ വരവും നാം വിളിച്ചറിയിക്കുന്നവരായി തീരണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പറയുവാൻ കഴിയും? എനിക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ചിലവഴിക്കുന്നു എന്ന് പറയുവാൻ കഴിയുന്ന ദൈവമക്കൾ ചേർന്ന ഒരു ആമേൻ പറഞ്ഞാട്ടെ. എന്റെ അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്നു. എനിക്ക് എന്റെ കർത്താവിനെ ഒരു കുട്ടിയേശുവായി കാണുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് തൊട്ടിയിൽ കിടക്കുന്ന ഒരു യേശു അല്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപനായി, ഒരു രാജാവായി വരാൻ പോകുന്നു സഹോദരങ്ങളെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്നേക്ക് 2021 വർഷങ്ങൾക്ക് മുന്നേ യഹൂദിയിലെ ബേത്ലഹേമിൽ യേശു കർത്താവ് ഒരു സ്ത്രീയിൽ ജാതനായി, ഒരു സ്ത്രീയുടെ സന്തതിയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 8ാമത്തെ വയസ്സിൽ കർത്താവിന്റെ അമ്മയപ്പന്മാർ ആലയത്തിലേക്ക് കൊണ്ടുപോയി. ഹല്ലേലൂയ. 18 വർഷക്കാലം യേശു കർത്താവ് പ്രൈസ് ദി ലോർഡ് അദൃശ്യനായിരുന്നു. തന്റെ 30ാമത്തെ വയസ്സിൽ കർത്താവ് വിശുദ്ധ യോഹന്നാനാൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമായി 3.5 വർഷക്കാലം യേശുവിന്റെ പരസ്യ ശുശ്രൂഷ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ഈ 3.5 വർഷക്കാലം കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അനവധി നിരവധി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ സ്വന്തം സഹോദരങ്ങൾ എന്ന് തന്നെ പറയട്ടെ, യഹൂദന്മാരാൽ യേശു കർത്താവ് ക്രൂശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്തിനു വേണ്ടിയായി ലോകത്തിലേക്ക് ജനിക്കപ്പെട്ടത്? കർത്താവ് എന്തിനായി ഈ ലോകത്തിലേക്ക് വന്നത്? കർത്താവ് എന്തിനും തെറ്റ് ചെയ്തിട്ടാണോ കർത്താവ് ക്രൂശിൽ തറയ്ക്കപ്പെട്ടത്?
പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഒരു പാപവും അറിയാത്ത എന്റെ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ഒരു പാപവും അറിയാത്ത എന്റെ കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ മാനവജാതിയുടെ പാപങ്ങളെ പോക്കുവാൻ, മാനവജാതിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ എന്റെ കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പാപവും അറിയാത്ത എന്റെ കർത്താവ്, പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, തിരുവെടുത്ത് പറയും പോലെ അവൻ മൂന്നാം നാൾ പാതാളത്തെയും മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ തകർത്തെറിഞ്ഞുകൊണ്ട് നസ്രനായ യേശു ഉയർത്തെഴുന്നേറ്റു. പ്രിയമുള്ളവരെ, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. എന്താ സംഭവിച്ചെന്നറിയാമോ? നമുക്കറിയാം, ഹല്ലേലൂയ, കർത്താവിന്റെ ശിഷ്യന്മാരിൽ തോമസ്, ഹല്ലേലൂയ, തോമസ് പറഞ്ഞെന്താണെന്നറിയാമോ? കർത്താവിനെ താൻ നേരിൽ കാണണം, കർത്താവിന്റെ ആ ആണിപ്പഴുതുള്ള ഭാഗത്ത് വിരലിടണം, കർത്താവിന്റെ ആ വിലാപ്പുറത്ത് തന്റെ കൈയൊന്നിടണം, എങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇന്ന് അനേകരും അങ്ങനെയൊക്കെയാ, ഏറെക്കുറെ തോമസിനെ പോലെയൊക്കെയാ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ 1050 ക്വസ്റ്റ്യനുമായി നിൽക്കും. ശരിയാണോ? അങ്ങനെ നടന്നു കാണുമോ? ഇതൊക്കെ ശരിയാണോ പറയുന്നത്? ചുമ്മാതെ പറയുന്ന എത്രയോ സഹോദരങ്ങളെ കാണുവാൻ കഴിയുന്നു. പ്രിയരെ, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമായി പല പ്രാവശ്യം തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, തോമസിന് കർത്താവ് പ്രത്യക്ഷനായി. എന്താണെന്നറിയാമോ? അങ്ങനെ പ്രത്യക്ഷനാകാതെ പോയാൽ, പ്രിയ ദൈവജനമേ, തോമസ് കർത്താവിന്റെ വഴി വിട്ടു പോകുമെന്നത് കർത്താവിന് അറിയാം. അതുകൊണ്ട് ശിഷ്യന്മാർ ഉൾപ്പെടെ തോമസ് നിൽക്കുന്ന പന്തിയിൽ കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തോമസിനോട് കർത്താവ് പറയുന്നു, തോമസേ, ആമേൻ, ഹല്ലേലൂയ, തോമസേ, നിന്റെ വിരൽ എന്റെ ഈ ആണിപ്പഴുതുള്ള ഭാഗത്തേക്കും നീണ്ടു തോമസേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തോമസ് തന്റെ വിരൽ ആണിപ്പഴുതിലേക്കും ഇടുകയാ. ഓ, താൻ അത്ഭുതപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, തോമസിനോട് കർത്താവ് പറയുകയാണ്. പിന്നെന്താ പറഞ്ഞെന്നറിയാമോ? തോമസേ, ഹല്ലേലൂയ, എന്റെ വിലാപ്പുറത്തേക്ക് നിന്റെ വിരലൊന്നിട്ടാട്ടെ. ഹല്ലേലൂയ. തോമസിന്റെ കരങ്ങൾ, ഹല്ലേലൂയ, യേശുവിന്റെ വിലാപ്പുറത്തേക്ക് ഒന്നിട്ടപ്പോൾ തോമസിന് മനസ്സിലായി, അതേ, മരിച്ച അല്ലെങ്കിൽ ക്രൂശിൽ തറയ്ക്കപ്പെട്ട, മരിച്ചടക്കപ്പെട്ട, ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് ഈ നിൽക്കുന്നതെന്ന് തോമസിന് മനസ്സിലായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തോമസ് അലറി, ഓ, നിലവിളിക്കുവാൻ തുടങ്ങി. ഓ, എന്റെ ദൈവവും കർത്താവുമായുള്ളവേ എന്നാണ് തോമസ് നിലവിളിച്ചത്. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവജനമേ, ഹല്ലേലൂയ, തോമസിനോട് കർത്താവ് എന്താ പറഞ്ഞെന്നറിയാമോ? തോമസേ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. തോമസേ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവജനമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ശിഷ്യന്മാർക്ക് പല പ്രാവശ്യം കർത്താവ് പ്രത്യക്ഷനായി എന്നത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. പലപ്പോഴും, ഹല്ലേലൂയ, അങ്ങനെയാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് പിന്നീടുള്ള യാത്രയെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ കർത്താവ് തന്റെ ശിഷ്യന്മാരുമായിട്ട് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു എന്ന് വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണ് ചെയ്യുന്നറിയാമോ? 40 ദിവസത്തോളം കർത്താവ്, പ്രൈസ് ദി ലോർഡ്, തന്റെ ശിഷ്യന്മാരുമായി, ഹല്ലേലൂയ, ഒരുമിച്ച്, ഹല്ലേലൂയ, മുൻപോട്ട് യാത്ര ചെയ്തു. അതിനുശേഷമായി കർത്താവ് തന്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഒലിവുമലയിലേക്ക് കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവജനമേ, ഹല്ലേലൂയ, അവിടെ കടന്നുപോയതിനു ശേഷമായി അവരെ, തന്റെ ശിഷ്യന്മാരെ എല്ലാ കർത്താവ് വിളിച്ചു. ഹല്ലേലൂയ, കർത്താവ് ഇരുത്തി അവരെ അവരുടെ തലമേൽ കർത്താവ് കൈവച്ച് അവരെ അനുഗ്രഹിച്ചു എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചെന്നറിയാമോ? വെള്ളവസ്ത്രധാരികളായ 2 പുരുഷന്മാർ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇങ്ങനെയാണ് ഇവിടെ വായിക്കുന്നത്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ, ഹല്ലേലൂയ, സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള ദൈവജനമേ, കർത്താവ്, പ്രൈസ് ദി ലോർഡ്, അവരോട് പറയാ, എന്താണെന്നറിയാമോ?
അവർക്ക് അവരെ അനുഗ്രഹിച്ച് അവരെ ബ്ലെസ് ചെയ്തതിന് ശേഷമായി കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് പോലെ തന്നെ വീണ്ടും വരും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വരും. പാപം കൂടാതെ കർത്താവ് കടന്നുപോയി, പാപം കൂടാതെ തന്നെ കർത്താവ് മടങ്ങി വരും എന്നാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, യേശു ഇതുവരെയിലും ജനിച്ചിട്ടില്ലാത്ത ഹൃദയങ്ങളിലേക്ക് യേശു ജനിക്കട്ടെ, യേശു പിറക്കട്ടെ. എൻ്റെ യേശുവിൻ്റെ സമാധാനം അവർ അനുഭവിക്കട്ടെ. യേശു കർത്താവ് ജനിക്കാത്ത ഒരു ഹൃദയത്തിനും മാറ്റമുണ്ടാവുക യില്ല. യേശു കർത്താവ് ജനിക്കാത്ത ഒരു ഹൃദയത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാവുകയില്ല. അവന്റെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുന്നതല്ല, അവന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുന്നതല്ല. അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ അവൻ വളരെയേറെ അനുഭവിച്ചു വരുന്ന പ്രതിസന്ധികളിൽ നിന്ന് മാറ്റമുണ്ടാകണമെങ്കിൽ യേശു അവനിൽ ജനിക്കണം. പ്രൈസ് ദി ലോർഡ്. യേശു ജനിക്കാത്തതാ ഇതിന്റെയൊക്കെ കാരണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒരു കാര്യം കൂടെ നിങ്ങളോട് വ്യക്തമായി ഞാൻ പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ആണ്ടിലൊരിക്കൽ യേശുവിന്റെ ജനനത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നതിനേക്കാൾ ഉപരി നാം എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ആദ്യനും ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ, സർവ്വ അധികാരവുമുള്ള പ്രൈസ് ദി ലോർഡ് നാസറനായ യേശു രാജാവായി വരാൻ പോകുന്നു. സ്നേഹിതരെ, യേശു കർത്താവ് ഒരു ന്യായം വിധിക്കുന്ന ന്യായാധിപനായി വരാൻ പോകുന്നു. ഇനി കർത്താവ് വരാൻ പോകുന്ന ഒരു കുട്ടി യേശുവായിട്ടല്ല എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഒരു രാജാവിനെ വരവേൽക്കുവാനോ നിങ്ങളും ഞാനും ഒരുങ്ങേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. അവനെ വരവേൽക്കുവാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കുന്നത്. പ്രിയമുള്ള ദൈവജനമേ, അവനെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. യേശുവിന്റെ ജനനത്താൽ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സമാധാനം ഉണ്ടാകട്ടെ, എല്ലാ മനുഷ്യർക്കും ആശ്വാസം ഉണ്ടാകട്ടെ, എല്ലാ മനുഷ്യർക്കും മനഃശാന്തി ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്തിൽ യേശു കർത്താവല്ലാതെ ഭൂമിയിൽ മറ്റൊരു ദൈവത്തിനോ ദേവന്മാർക്കോ ഒരു മനുഷ്യർക്കോ ഒരു ശക്തിക്കോ ആർക്കും തന്നെ ഇതുവരെ ഒരു മനുഷ്യനെ നോക്കി ഞാൻ നിനക്ക് സമാധാനം തരാമെന്ന് പറഞ്ഞ ഒരു ദൈവങ്ങളുമില്ല, ഒരു ദേവന്മാരുമില്ല. എന്നാൽ നാസറനായ യേശു പറയുന്നു, ഞാൻ നിനക്ക് സമാധാനം തരുന്നു. ലോകം തരുന്നത് പോലെയല്ല, പിന്നെയോ ഞാൻ തരുന്ന സമാധാനം എന്ന് കർത്താവ് പറയുന്നു. പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ. നാം ഈ ക്രിസ്മസിൽ ഹല്ലേലൂയ നാം ഓരോരുത്തരും എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ചിലരൊക്കെ എന്താണെന്നറിയോ, നിർബന്ധമായും ബിരിയാണി കഴിക്കും. എന്തൊരു കാര്യമാണെന്നറിയാം, നാളെ ദിനത്തിൽ ബിരിയാണി ഇല്ലെങ്കിൽ ക്രിസ്മസ് ഇല്ല. ഇതാണോ അറിഞ്ഞു വെച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ പ്രിയ സ്നേഹിതരെ, ബിരിയാണി കഴിക്കുന്ന കൊണ്ട് ക്രിസ്മസ് ആകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 10 പേർക്ക് കേക്ക് വാങ്ങി കൊടുക്കുന്ന കൊണ്ട് ക്രിസ്മസ് ആകുന്നില്ല. ഇതല്ല ക്രിസ്മസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിന്റെയും എന്റെയും പേർക്ക് ഹല്ലേലൂയ നാസറനായ യേശു ജനിച്ചിരിക്കുന്നു എന്നത് ലോക മക്കളോട് നിനക്ക് വിളിച്ചറിയിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, ആ സത്യത്തെ, ആ സദ്വർത്തമാനത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിന്റെ ക്രിസ്മസ് നീ ആഘോഷിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? നീ കുറച്ച് തുണി എടുത്തു കൊടുത്തോണ്ട് മതിയോ? എൻ്റെ തൊട്ട് അടുത്ത വീട്ടില് ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട അമ്മച്ചി തന്നെയാ. ഹല്ലേലൂയ. എന്നാൽ മക്കൾ അറിയാതെ ഒളിച്ചും പാത്തും ഒക്കെ പോയി പ്രാർത്ഥിക്കുമെന്നാണ് എന്നോട് പറയുന്നത്. എനിക്കറിയില്ല. ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ 10 സാരി ആ ഒരു സഭയ്ക്ക് ഞാൻ വാങ്ങിക്കൊടുത്തെന്ന്. അപ്പോൾ ആ അമ്മച്ചി ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാമോ? 10 സാരി വാങ്ങിക്കൊടുത്താൽ ക്രിസ്മസ് വന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇങ്ങനെയൊന്നും എൻ്റെ കർത്താവിനെ കബളിപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്നത് ഞാൻ വ്യക്തമായി വിളിച്ചു പറയട്ടെ. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഒരു കാര്യം ഓർത്തുകൊള്ളണം. നീ 10 പേർക്ക് കേക്ക് വാങ്ങിക്കൊടുത്തത് കൊണ്ടോ, 10 പേർക്ക് നീ ദാനധർമ്മം ചെയ്തത് കൊണ്ടോ, 10 പേർക്ക് നീ ഡ്രസ്സ് എടുത്ത് കൊടുത്തത് കൊണ്ടോ, ബിരിയാണി വാങ്ങിക്കൊടുത്തത് കൊണ്ടോ ഒന്നും യേശു കർത്താവ് പ്രൈസ് ദി ലോർഡ് നിന്റെ വലയിൽ വീഴുകയില്ല എന്നത് നീ അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കർത്താവും രാജാവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്നു, രാജാവായി വരാൻ പോകുന്നു. സ്നേഹിത, ആ രാജാവിനെ വരവേൽക്കുവാൻ, ആ മണവാളനെ വരവേൽക്കുവാൻ മണവാട്ടിയാകുന്ന നാം എന്താ ചെയ്യേണ്ടുന്നത്? മണവാളൻ ഒത്ത മണവാട്ടിയാണോ എന്നതിനെ കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ഈ നാളുകളായി നാം ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, അനേകരോട് സുവിശേഷം അറിയിക്കണം. ലോകമെങ്ങും പോയി കർത്താവിന്റെ സുവിശേഷം അറിയിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിനെ കുറിച്ച് പറയാത്തവര്, കർത്താവിന്റെ ജനനത്തെക്കുറിച്ച് പറയാത്തവര്, കർത്താവിന്റെ മരണത്തെക്കുറിച്ച് പറയാത്തവര്, പിന്നെ ഡയറക്റ്റ് നേരെ അങ്ങ് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ ഒരു വ്യക്തിയിലേക്ക് അത് കടന്നു ചെല്ലും? എങ്ങനെ ആ വ്യക്തിക്കുള്ളിൽ അവന്റെ ഹൃദയത്തിൽ അത് റീച്ച് ആകും? സ്നേഹിത, നാം സ്നേഹത്തോടെ നമ്മുടെ കർത്താവ് യഹൂദ്യയിലെ ബേത്ലഹേമിലാ ജനിച്ചെന്ന് പറയണം.
അത് പറയുക തന്നെ ചെയ്യണം. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത് 33.5 വർഷമാണെന്ന് പറയുക തന്നെ ചെയ്യണം. കർത്താവിന്റെ സ്വന്തം ജനങ്ങളാണ് കർത്താവിനെ ക്രൂശിച്ചെന്ന് പറയുക തന്നെ ചെയ്യണം. കർത്താവ് തന്നെ ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം, അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കും അത് തന്നെയാ. ആ വാഗ്ദത്തമാ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ കർത്താവ് വരാൻ പോകുന്നു, രാജാതി രാജാവായി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ആണ്ടിലൊരിക്കൽ ജനിക്കുന്നില്ല, ആണ്ടിലൊരിക്കൽ മരിക്കുന്നില്ല. സ്നേഹിതരെ, നമ്മുടെ കർത്താവ് ഒരിക്കലായി ജനിച്ച്, ഒരിക്കലായി മരിച്ച്, ഒരിക്കലായി അടക്കപ്പെട്ട്, ഒരിക്കലായി ഉയർത്തെഴുന്നേറ്റ്, ഒരിക്കലായി കർത്താവ് വീണ്ടും വരാൻ പോകുന്നു, രാജാതി രാജാവായി. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? സ്നേഹിതരെ, വിശ്വാസമുള്ളവർ, പ്രത്യാശയുള്ള ദൈവജനം കരങ്ങളെ ഉയർത്തി തന്നെ എന്റെ യേശുവിന് ഒരു ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവ് വരാൻ പോകുന്നു. ആ കർത്താവിനെ വരവേൽക്കുവാൻ വേണ്ടിയാ നിങ്ങളും ഞാനും ഒരുങ്ങേണ്ടുന്നത്. കർത്താവ് വരാൻ പോകുക. ഹല്ലേലൂയ. കർത്താവ് വരാൻ പോകുക. ദൈവജനമേ, ആ മണവാളന്റെ വരവിനായി നാം ഓരോരുത്തരായി ഒരുങ്ങി കാത്തുകൊള്ളണം. നമ്മുടെ കുടുംബം ഒരുപക്ഷെ യഥാസ്ഥാനപ്പെട്ടില്ല എന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇങ്ങനെ ഒരു സൗഭാഗ്യം ലഭിക്കുന്നില്ല എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവെങ്കിൽ, സ്നേഹിതരെ, സഹോദരങ്ങളെ, ഹല്ലേലൂയ, അധൈര്യപ്പെടേണ്ട. യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചതുപോലെ തന്നെ അവരുടെ ഹൃദയത്തിൽ ജനിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി, മറ്റൊന്നും ചെയ്യേണ്ട. കർത്താവ് ഹല്ലേലൂയ അവരോട് സംസാരിക്കുവാൻ ഇടയാകട്ടെ. ദൈവജനമേ, ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, നമുക്കൊരു വെറും ക്രിസ്തുമസ് ആയിട്ടല്ല നാം കൊണ്ടാടേണ്ടുന്നത്, പിന്നെയോ അനേകരോട് സത്യ സുവിശേഷം അറിയിക്കുന്നവരായി തീരണം. നമ്മുടെ കർത്താവ് ജനിച്ചത് നമുക്ക് വേണ്ടി തന്നെയാണെന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്രയോ അനേകായിരങ്ങൾ, പ്രിയരേ, എത്രയോ അനേകായിരങ്ങൾ യേശുവിനെ അറിയാത്തവരുണ്ട്. ഹല്ലേലൂയ. എത്രയോ പേർ ഹല്ലേലൂയ ഇന്നും അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവർ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായി കാണപ്പെടുന്നവരില്ലേ? പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാത്തവർ, യേശു കർത്താവിന്റെ സമാധാനം എന്താണെന്ന് തിരിച്ചറിയാത്തവർ, യേശു കർത്താവിനെ കുറിച്ച് അറിയാത്തവർ. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവജനമേ, അഖിലാണ്ട ഘടകത്തിന്റെ നിർമ്മിതാവും സൃഷ്ടിതാവുമായിരിക്കുന്ന യേശു മശിഹ ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന പ്പോൾ തന്നെ, പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കർത്താവിന്റെ കടേസി സ്വട്ട് രക്തം വരെയും ഊറ്റി തന്നപ്പോൾ തന്നെ ഇന്ന് നിങ്ങളും ഞാനും യേശുവിന്റെ ആ സന്തോഷത്തിൽ ഹല്ലേലൂയ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞിരിക്കുക. യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചിരിക്കുക. അത് വിശ്വസിക്കുക ദൈവമക്കളെ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാനുള്ള അവകാശം ദൈവം നമുക്ക് തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടുകൂടി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കണ്ടേ പ്രിയരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ നാളെയ ദിനം, പ്രൈസ് ദി ലോർഡ്, ദൈവജനമേ, നാം ഓരോരുത്തരും ഹല്ലേലൂയ മറ്റുള്ളവരുടെ സുവിശേഷം അറിയിക്കുക. നമ്മുടെ കർത്താവ് ജനിച്ചു എന്നുള്ള സദ്വർത്തമാനം പറയുക. അത് ഈ നാളെ അല്ല ജനിച്ചിരിക്കുന്നത്, അത് നമ്മൾ പറയരുത്, അത് തെറ്റാണ്. കർത്താവ് ജനിച്ചതിന്റെ ഡേറ്റ് അല്ല നാളെ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ദൈവജനമേ, ലോക മനുഷ്യരിലേക്ക് യേശു കർത്താവ് ജനിച്ചത് നമുക്ക് വേണ്ടിയാണെന്നുള്ള സത്യം പറഞ്ഞു കൊടുക്കണം. എങ്കിൽ മാത്രമേ അവർ ആ സത്യത്തിൽ ഹല്ലേലൂയ വളരുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കാൻ പോവുകയാണ്. കർത്താവും രാജാവുമായിരിക്കുന്ന യേശു മശിഹയുടെ വരവ് സമീപമായി നിൽക്കുന്നു. ആ കർത്താവിനെ വരവേൽക്കുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുങ്ങാം പ്രിയരെ. ഹല്ലേലൂയ. നമുക്ക് ഒരുങ്ങാം. നമ്മുടെ മണവാളന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. ബുദ്ധിയുള്ള കന്യകമാരെ പോലെ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഏത് നേരവും നമ്മുടെ വിളക്കിൽ എണ്ണയുള്ളവരായി നാം തീരണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഏത് നിമിഷവും നമ്മുടെ വിളക്കിൽ എണ്ണയുള്ളവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ മണവാളൻ വന്ന് വിളിക്കുമ്പോൾ അവിടെ ഇവിടെയുമായി അയ്യോ ഞങ്ങൾക്ക് അല്പം എണ്ണ തരണേ, ഞങ്ങൾക്ക് ഇച്ചിരി കടം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെയും പോയി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ പ്രൈസ് ദി ലോർഡ് അവർ നിശ്ചയമായും പറയും. എന്ത് പറയുന്നറിയാമോ? നിങ്ങൾക്ക് ഞങ്ങൾ തന്നാൽ നിശ്ചയമായും നിങ്ങൾക്ക് ഞങ്ങൾക്കും അതേ തികയാതെ വരും. അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് അവർ പോകും. മണവാളൻ പ്രൈസ് ദി ലോർഡ് വരുമ്പോൾ ബുദ്ധിയുള്ളവർ കടന്നു പോകും, അല്ലാത്തവർക്ക് വേണ്ടി വാതിൽ തുറക്കുകയില്ല. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, ഹല്ലേലൂയ, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഓർത്ത് ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ഹല്ലേലൂയ ആയിരിക്കുന്ന സ്ഥാനത്ത് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രിയ ദൈവജനം, ഒരു കാര്യം കൂടെ പറയുവാനായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്,
ഹല്ലേലൂയ. പ്രിയരെ, ക്രിസ്മസ് പോയാലും അടുത്തത് ഉടൻ തന്നെ പുതുവർഷം നമുക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, 2021 ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ, ഇപ്പോൾ വരെ, ഈ നിമിഷം വരെ നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പ്രിയരെ, അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നിന്ദകളും ഒക്കെ നമ്മൾ അനുഭവിച്ച് കടന്നു വന്നു. രോഗത്താൽ ബാധിക്കപ്പെട്ടവരായിരുന്നു നാമൊക്കെ. മരണത്തിന്റെ വക്കോളം കടന്നുപോയി വന്നവരാ നാമൊക്കെ. എത്രയോ പ്രാവശ്യം കൊറോണ വന്ന സെക്കൻഡ് ടൈമും കൊറോണ വന്നവരുണ്ട്. പ്രിയപ്പെട്ടവർ, എൻ്റെ ഈ റോസ് ഫാമിലിയുടെ പ്രയർ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്, FB പേജിലുമുണ്ട്, എനിക്കറിയാം. എന്നാൽ ദൈവമക്കൾ അനേകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചവരുമാ. എന്നാൽ ദൈവം ഇന്നേക്ക് നിങ്ങളെ ഹല്ലേലൂയ ഇന്നേക്ക് ജീവനോടെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ അത് അപ്പന്റെ ദയവല്ലേ, അപ്പന്റെ കൃപയല്ലേ? സ്നേഹിതരെ, ഈ 2021 ആണ്ട് കഴിഞ്ഞു പോകുമ്പോൾ, പുതുവർഷം നമുക്ക് പുതിയ വർഷത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ, പ്രിയ ദൈവജനമേ, പുതിയ പ്രതിഷ്ഠകളും തീരുമാനങ്ങളും എടുത്ത എൻ്റെ കർത്താവിന് സന്നിധിയിൽ ജ്വലിക്കുന്നവരായി പ്രകാശിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആകയാൽ നാം ഹല്ലേലൂയ കടന്നകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അനേക ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നാം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ വിട്ടുകളക. ദൈവമക്കളെ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ക്ഷമ പറഞ്ഞ് പുതിയ വർഷം ഒരു പുതിയ അനുഭവമായി തീരട്ടെ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ആകയാൽ പ്രിയമുള്ള ദൈവജനമേ, നമുക്കെയും പുതിയ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു പോകാം, പുതിയൊരു അനുഭവത്തിലേക്ക് കടന്നു പോകാം. നമ്മുടെ സ്വഭാവത്തെ മാറ്റം വരുത്തിക്കൊണ്ട് പ്രൈസ് ദി ലോർഡ് യേശു കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി ഒരു നല്ല തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. പുതിയ വർഷം എൻ്റെ കർത്താവ് എനിക്ക് തന്നാൽ അത് അനുഗ്രഹമാക്കി തീർക്കുവാൻ എൻ്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞാൻ നിലനിൽക്കുമെന്ന് നിശ്ചയമായും ഒരു തീരുമാനമെടുക്കുക. ദൈവമക്കളെ, നമ്മുടെ ആത്മീക ഭൗതിക നന്മകളിൽ യേശു കർത്താവ് വലിയ അനുഗ്രഹങ്ങളെ തരുവാൻ തക്കോണം ഇടയായിത്തരും. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാൻ. നിങ്ങൾ കണ്ണുകളടയ്ക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, പ്രൈസ് ദി ലോർഡ്. ഈ വൈകിയ വേളയിൽ അപ്പാ അങ്ങയുടെ മക്കളോട് ഒപ്പമായ അല്പനിമിഷം കർത്താവേ തിരുവചനത്തിൽ ചില കാര്യങ്ങളെ സംസാരിക്കുവാൻ അടിയനെ കർത്താവ് ബലപ്പെടുത്തിയതിനായ സ്തോത്രം. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്തുമസ് കൊണ്ടാടുമ്പോൾ യേശു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കലായി ജനിച്ച് ഒരിക്കലായി ഹല്ലേലൂയ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇനിയും കർത്താവ് വരാൻ പോകുന്നത് രാജാതി രാജാവെന്ന് അറിഞ്ഞുകൊണ്ട് പ്രത്യാശയോട് ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിനായി സ്തുതിക്കുന്ന കർത്താവ്, റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലെ അഡ്മിന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് എന്റെ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഈ കഴിഞ്ഞ ഒരു വർഷം മുഴുവനും അനേകർ രോഗത്താൽ ബാധിക്കപ്പെട്ടവരായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരുണ്ടായിരുന്നു. കർത്താവേ, അനേക പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നുപോയവരായിരുന്നു. എങ്കിലും എൻ്റെ കർത്താവ് ഇന്ന് ജീവനോടെ നിർത്തിയിരിക്കുന്നുവെങ്കിൽ എൻ്റെ അപ്പൻ്റെ ദയവും അപ്പൻ്റെ കരുണയും മാത്രമാകിയാൽ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വചനം കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർക്കായി സ്തുതിക്കുന്ന കർത്താവേ, ആരുടെയെങ്കിലും ഹൃദയത്തിൽ എൻ്റെ യേശു കർത്താവ് ജനിക്കാതെ പോയാൽ കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ സമാധാനം അവർക്ക് നഷ്ടപ്പെടും. ആകയാൽ യേശു കർത്താവിൻ്റെ വചനം കടന്നു ചെല്ലുന്ന വ്യക്തി ജീവിതങ്ങളെ എൻ്റെ കർത്താവെന്ന് തൊടുമറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മാറ്റമില്ലാത്ത കരുണയിലും കൃപയിലും എല്ലാവരെയും അപ്പച്ചൻ നിറച്ചാട്ടെ. ഹല്ലേലൂയ. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു ആകയാൽ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ചാട്ടെ, മാനിച്ചാട്ടെ കർത്താവ്. സകലവിധ നന്മകളെ കൊണ്ടും കർത്താവ് നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലിയിലുള്ള എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, പ്രത്യേകിച്ച് പ്രിയരെ, ഞങ്ങൾക്ക് റോസ് ഫാമിലിയുടെ ഈ FB പേജിന് ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, റോസ് ഫാമിലിക്കൊരു ഗൂഗിൾ മീറ്റും അതുപോലെ തന്നെ സൂമിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ തന്നെ ടെലഗ്രാം ആപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, റോസ് ഫാമിലിക്ക് ഒരു യൂട്യൂബ് ചാനലും ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അനേക ദൈവമക്കളുടെ ഗാനങ്ങളും അതുപോലെ തന്നെ വചനവും ഒക്കെ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. ഞങ്ങളോട് ചേർന്ന് നിങ്ങൾ പ്രവർത്തിക്കുക ദൈവമക്കളെ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് 24 hours പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. വാട്സപ്പ് ഓൺലൈൻ പ്രയർ ഗ്രൂപ്പുണ്ട് ദൈവമക്കളെ. അതിൽ ഞങ്ങൾ 7 വർഷം ഞങ്ങൾക്കത് പിന്നിട്ടിരിക്കുകയാണ്. 8ാം വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ആകയാൽ എനി ടൈം അവിടെ ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നുമൊക്കെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്ന ഒരു പ്രാർത്ഥന ഗ്രൂപ്പാണത്. ദാസന്മാർ 24 hours അതിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആകയാൽ ദൈവമക്കൾ പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവർ ദയവായി സ്ക്രീനിൽ വരുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാത്രമല്ല, നിങ്ങൾ അങ്ങനെ വാട്സപ്പ് ഓൺലൈൻ പ്രയർ ഗ്രൂപ്പിനോടും ചേർന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. മാത്രമല്ല ദൈവമക്കളെ, ഹല്ലേലൂയ, നാളെ ദിനം
എല്ലാവർക്കും ഒരു പുത്തൻ പുതിയ ക്രിസ്മസിന് അനുഭവം ഉണ്ടാകട്ടെ. നമ്മുടെ ഈ റോസ് ഫാമിലിയിൽ കൊങ്കണി സംസാരിക്കുന്നവരുണ്ട്, മറാഠി സംസാരിക്കുന്നവരുണ്ട്, തെലുങ്ക് സംസാരിക്കുന്നവരുണ്ട്, കന്നഡക്കാരുണ്ട്, ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, തമിഴുകാരുണ്ട്, അതുപോലെ തന്നെ മലയാളം സംസാരിക്കുന്നവരുണ്ട്. പല ഭാഷക്കാർ ഉൾക്കൊള്ളുന്ന നമ്മുടെ വാട്സപ്പിലും അതുപോലെ തന്നെയാണ് എന്നത് ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ദൈവമക്കളെ, ആഴ്ചയിൽ ഞങ്ങൾ ഹല്ലേലൂയ തമിഴിലും മലയാളത്തിലും ഓൺലൈൻ പ്രയർ ചെയ്യുന്നു. എല്ലാ ഓൾ മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമായ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. എനി ടൈം പ്രാർത്ഥിക്കുന്ന നല്ല അഡ്മിന്മാരെയാണ് ദൈവമായ കർത്താവ് ഈ അടിയന് തന്നിരിക്കുന്നതെന്നും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഞാൻ ഈ കാര്യം അറിയിച്ചു കൊള്ളുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആകയാൽ എന്നെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, ഞങ്ങളുടെ ഈ പ്രവർത്തന മേഖലകളിൽ നിങ്ങൾക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ വരുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയരെ, ഹല്ലേലൂയ എല്ലാവർക്കും ഒരു പുത്തൻ പുതിയ അനുഭവം നാളെ ദിനം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഹല്ലേലൂയ എല്ലാവർക്കും ഹല്ലേലൂയ ഞങ്ങൾ പ്രത്യേകിച്ച് റോസ് ഫാമിലിയുടെ നാമത്തിൽ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ നാമത്തിലും അതുപോലെ തന്നെ റോസ് ഫാമിലിയിലുള്ള അഡ്മിന്മാരുടെ നാമത്തിലും ഉള്ള പ്രത്യേകമായിട്ടുള്ള ക്രിസ്മസ് ആശംസകൾ ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. വീണ്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സന്ദർഭം ലഭിച്ചാൽ ഞങ്ങൾ വീണ്ടും നിങ്ങൾക്കൊരു ആശംസയുമായിട്ട് കടന്നു വരുമെന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അറിയില്ല, ദൈവമായി കർത്താവ് നയിക്കുന്ന പോലെ ആകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവമായി കർത്താവ് ഹല്ലേലൂയ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്ന ഈ വേളയിൽ പ്രിയരെ, ഹല്ലേലൂയ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജനിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, രാജാതി രാജാവായി വരാൻ പോകുന്നു എന്നുള്ള സത്യം പ്രിയരെ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് നാം അറിയിക്കുവാൻ ഓരോ വ്യക്തി ജീവിതങ്ങളും നാം എല്ലാവരും പ്രൈസ് ലോർഡ് ദൈവമക്കളെ കടമപ്പെട്ടവരാണ്. ആ കർത്തവ്യത്തിൽ നിന്ന് നാം മാറി നിൽക്കരുത്. പ്രൈസ് ലോർഡ്. ആകയാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.